മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സംഗതി ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കണ്ണ് സൂക്ഷിക്കാൻ പറ്റില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ്, വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത വരിക, മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും? എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും? അതിനൊരു ക്യാപ്സ്യൂൾ ഞാൻ അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ. ഹലാൽ ബയ്യിനും വൽ ഹറാമു ബയ്യിനും. ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ് മൻ തറക ലില്ലാഹി മഅസിയതൻ 7 മററാത്ത്, ഒരു തെറ്റ് അള്ളാഹുവിനെയോട് 7 പ്രാവശ്യം ചെയ്യാനൊരു പക്ഷേ 7 തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഒരാൾ പിന്മാറിയാൽ فإن الله أكرم أن يبتليه بذنب تركه لأجله 7 مرات. 7 പ്രാവശ്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ പിന്നെ ആ തിന്മ കൊണ്ട് മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം എനിക്കിങ്ങനെ തോന്നി, ഞാൻ നോക്കിയില്ല, കണ്ണിന് ഞാൻ കണ്ടോട് ചെയ്യട്ടെ, ഒന്നും ഉഷാറാക്കാനുള്ള ദിവസം കൂടെ എത്ര വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? റോസയുടെ ആവുമ്പോഴേ ഒന്നും കൂടെ തെളിയാനുണ്ട് സൗണ്ട്, കുറച്ചും കൂടെ മൈക്കിനെ പറ്റി ഇങ്ങനെ ആൾ പറഞ്ഞാൽ നമ്മുടെ മൈക്കിന്റെ ഓപ്പറേറ്റർമാർക്ക് വല്ലാത്ത വിഷമമാണ്. അവരത് പരമാവധി ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണ്. ഇതിലേറൊക്കെ നല്ല സൗണ്ട് വരും. കുറെ നേരം പറയാൻ പറ്റില്ല. നീ പെട്ടെന്ന് നിർത്തേണ്ടി വരും. ഒന്നും കൂടെ ഒന്ന് തുറക്കി, സൗണ്ട് കുറച്ചും കൂടെ തുറക്കാണ്. ഒരു തെറ്റ് അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് 7 പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരിക്കൽ തോന്നി വേണ്ട ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് പെണ്ണുങ്ങളോടൊന്നും പറയാനുള്ള പുറത്തിറങ്ങി നടക്കല്ലേ. നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല. നിങ്ങൾ അച്ചടക്കത്തിൽ, വേഷവിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാണ് പെണ്ണുങ്ങൾ. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കണ്ണ് സൂക്ഷിക്കണം. അല്ലാഹു പറഞ്ഞിട്ടില്ലേ, കണ്ണ് സൂക്ഷിക്കണം. ലോകത്ത് മുഴുവൻ നന്നാക്കാൻ നമ്മൾ കൊണ്ടുവച്ചു. ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവരാണ് സത്യവിശ്വാസിയായ മുസ്ലിം. കണ്ണ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം. ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണ് സൂക്ഷിക്കണം. കണ്ണ് സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയും. മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ കഴിയും. ഇത് അല്ലാഹുവിന്റെ നിയമമല്ലേ. കണ്ണ് ചിമ്മണം. അല്ലാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണ് ചിമ്മി. ചെറിയൊരു പ്രയാസത്തെ തോന്നി, കൃഷ്ണനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലെ. പെട്ടെന്ന് ഫോണിലേക്ക് ചിത്രം വന്നു. വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു. ക്ലോസ് ചെയ്തു. നോക്കിയില്ല. മനസ്സിനെ പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യേ, ഒന്ന് നോക്കുക, ഒന്ന് എൻജോയ് ചെയ്യേ. വേണ്ട 2 പ്രാവശ്യം വേണ്ട, 3 പ്രാവശ്യം ഇല്ല ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കൂല. 4 ഇല്ല ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കൂല. 5, 6, 7 7ാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല. പിന്നീട് ഒരു പരീക്ഷണം അല്ലാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല. എങ്ങനെ അള്ളാഹുവിന് വേണ്ടി 7 പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കില്ല. കള്ളുപിടിച്ചവർ ആലോചിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, വിഭജിച്ചവർ, തോന്നിവാസം ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി അത് ചെയ്യൂലേ. പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ ഞാനത് ചെയ്യില്ല, ഒരിക്കലില്ല, ഞാനത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിൽ ഞാൻ മറുപടി ആയിട്ടില്ലേ, ഇല്ല ഞാനതിന് റെസ്പോൺസ് ചെയ്യൂലേ. 7 പ്രാവശ്യം നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ശരീരത്തെ അല്ലാഹു പാകപ്പെടുത്തിയിട്ട്
ശരീരത്തിന് ഇഷ്ടമാകും. അല്ലാഹുവിനെ അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും. മഹാനായ ഹാത്തിമുൽ അസം ഷഹീഖുൽ ബൽഖിയോട് പറയുന്ന വാക്കുകളാണ്, നദർതു ഫീ ഖൗലില്ലാഹ്, അല്ലാഹുവിന്റെ വചനം ഞാൻ ആലോചിച്ചു പോയി. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും, ഏതെങ്കിലും ക്യാമറയിൽ വീക്ഷിക്കുന്നുണ്ടല്ലോ അതല്ല, എന്റെ നാട്ടുകാർ കാണുന്നത് അതൊന്നും നീ നോക്കണ്ട. എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാനെന്ന് ബോധം. അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്? ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിനക്ക് എങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും? നിനക്കെങ്ങനെ വിഭജിക്കാൻ പറ്റും? നിനക്കെങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും? നിനക്കെങ്ങനെ പിന്നയും പ്രസാദം പറയാൻ പറ്റും? അള്ളാഹു കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധമുണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ടും നീ ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിറാണ്. ഞാൻ ചെയ്ത് തെറ്റള്ള കാണുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിമല്ലല്ലോ. പിന്നെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അല്ലാഹ് കാണില്ല, അല്ലാഹ് കാണുന്നുണ്ടെന്ന് അറിയുന്ന ആളല്ലേ നീ? ഇതെങ്ങനെ നീ ചെയ്യും? വല്ലാത്തൊരു വാക്കാണ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. എന്തൊരു വചനമാണ്! എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹു കാണുന്നുണ്ടെന്ന് നിനക്ക് അറിയുന്നല്ലോ, പിന്നെ എങ്ങനെ ചെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ. പിന്നെ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലേ? അല്ലാഹു കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പൊ എങ്ങനെ തെറ്റ് ചെയ്യാം? ഇനി ഇതിൽ കൂടുതലൊന്നും കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നന്നാവാതുപോലെ. وأما من خاف مقام ربه ونهى النفس عن الهوى